മിസ് മ്യൂട്ടാ, അൺമ്യൂട്ട് ചെയ്യ്. Okay. Can you hear me? Okay. Okay. അപ്പോ മിസ് പറഞ്ഞു നിർത്തി എന്താണ്? രാഷ്ട്ര കേലിയെ തുമാരെ പ്രേം കോ ദേഖ്കർ ലഗ്താ ഹൈ കി തും ഏക് ദിൻ ബഹുത് ബഡേ ദേശഭക്ത് ബനോഗേ. അവിടെ രാഷ്ട്ര കേലിയെ ചേർക്കുക. കേലിയെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കംപ്ലീറ്റ് ആയോ മക്കളെ? എല്ലാവരും ശ്രീവിഷ്ണു ദയവായി ഒന്നും മിണ്ടാതിരുന്നോ, നല്ലത്. ശ്രീവിഷ്ണുവിന്റെ ഭാഗത്തുനിന്ന് ദീനരോധന മിസ്സിന് കേൾക്കാൻ പറ്റുന്നത്. മഹോദയ്. ശിക്ഷക് മഹോദയ് എന്ന് പറഞ്ഞാല് അധ്യാപകൻ എന്നില്ല ഒരു വേടേ ഇല്ലു കേട്ടാ. ആ ശിക്ഷക് മഹോദയ് എന്നാ പറയാല്, അധ്യാപകൻ അല്ലല്ല, അധ്യാപകൻ. ഇനി നെക്സ്റ്റ് അടുത്ത പറയട്ടെ മിസ്. നാലാമത്തെ വർക്ക് പറയാം. संज्ञा शब्दों के स्थान पर प्रयोग किए जाने वाले शब्दों को सर्वनाम कहते हैं. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. സംജ്ഞയ്ക്ക് പകരം ചേർക്കുന്ന ശബ്ദങ്ങളാണ് സർവനാമം. നൗണിന് പകരം ചേർക്കുന്ന ശബ്ദത്തെ നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നു. നാമത്തിന് പകരം ചേർക്കുന്ന ശബ്ദമാണ് സർവനാമം. ഓക്കെ. ഇപ്പൊ മിസ്സിന്റെ പേരിന് പകരം ഞാൻ, നീ, നിങ്ങൾ, അവൻ, അവൾ, ഇത്, ആ, ഇതൊക്കെയാണ് സർവനാമങ്ങള്. ഹലീമക്ക് ചിരി വരുന്നു. ഹലീമ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നു. മിസ് എന്തെന്നാണോ അവിടുന്ന് പറയുന്നത് അല്ലെ ഹലീമ? ഹരിതെന്താ ഓക്കെ മനെ? കറണ്ട് വന്ന് ഓക്കെയോ? ശരി. അപ്പൊ ഇവിടെ ജൈസെ മഞ്ജുള ബാസാർ ഗയി उसने बाजार से सामान खरीदा. यहाँ मंजुला संज्ञा शब्द है और उसने शब्द मंजुला के लिए प्रयुक्त हुआ है. ഇതിലെ മഞ്ജുള ബാസാറിൽ പോയി അവള് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞപ്പോഴേ മഞ്ജുള എന്തൊരു സംജ്ഞാ ശബ്ദവും രണ്ടാമത് അവൾ ഉസ്നെ എന്ന് കൊടുത്തിരിക്കുന്നത് അതിന്റെ സർവനാമ പ്രയോഗവുമാണ്. അപ്പൊ ഈ സർവനാമ പ്രയോഗം ഇസ്ലിയെ മഞ്ജുള ശബ്ദ സർവനാമ ഹെ. അപ്പൊ ഈ മഞ്ജുള എന്നുള്ളതിൽ നിന്ന് വന്ന സർവനാമമാണ് ഏത്? ഉസ്നെ കേട്ടോ. അപ്പൊ അതുപോലെ നമുക്ക് സർവനാമങ്ങൾ താഴെ നിന്ന് ചേർക്കാനുണ്ട്. ബ്രാക്കറ്റിൽ 2 കൊടുക്കും, അതിൽ നിന്ന് കറക്റ്റ് ആക്കി എഴുതുക. ഇതെല്ലാം നിങ്ങൾ എക്സാമിന് പഠിക്കണം കേട്ടോ. ഈ 3 ചാപ്റ്ററും നിങ്ങൾക്ക് എക്സാമിന് വരും. 1, 2, 3. ഈ 3 ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഇതിൽ വരുന്ന 1 വേർഡ് എല്ലാം ഗ്രാമർ ഭാഗത്ത് വരുന്നതും ഓപ്പോസിറ്റ് വേർഡ്, സമാനാർത്ഥി ശബ്ദ, വേർഡ് മീനിങ്, അതുപോലെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ, ഇതൊക്കെ പഠിക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എല്ലാം ഗൂഗിൾ ഗൂഗിൾ ഫോം ആണ്. ഇനി അടുത്തത് ഉചിത സർവനാം ശബ്ദ ചുഭാർക്കർ വാക്യ പൂരേ കരോ. ഫസ്റ്റ് പറഞ്ഞോളൂ. ആരാധ്യ ആരാണ്? കാണുന്നില്ല. മിസ്സിനെ കാണുന്നില്ലേ? ഇല്ല. അയ്യോടാ, എന്നെ കാണാത്തവരുണ്ട് ആരെങ്കിലും? ഇല്ല മിസ്സേ, കാണുന്നുണ്ട്. 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 ഇപ്പൊ ആരാധ്യക്ക് കാണുന്നില്ലേ മിസ്സിനെ? ഇല്ലേ? അയ്യോടാ, അതെന്ത് പറ്റിയപ്പാ? നിന്റെ ഫോണിലേക്ക് മിസ്സിന്റെ വരുന്നില്ല? എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവും. മിസ് ഇപ്പൊ ഓൾറെഡി ഉണ്ട്, എവിടെയും പോയിട്ടില്ല കേട്ടോ. ആ ഓക്കെ. അതില് ഫസ്റ്റ് യദി ഹീരെ കെ മാലിക പധാന ലഗ് പായാ തോ ഡേഷ് ക്യാ കരോഗെ. അതില് കൊടുത്തിരിക്കുന്ന സർവനാമം തും എന്നാണ്. തും, തും നിങ്ങൾ. സെക്കൻഡ്
ഗോപാലകൃഷ്ണ ഗോഖലെ മഹാൻ ദേശഭക്ത് ഥേ. ഗോപാലകൃഷ്ണ ഗോഖലെ മഹാനായ ദേശഭക്തനാണ് അല്ലെ, രാജ്യസ്നേഹിയാണ്. ദേശ് ജീവൻ കെ കൈ പ്രസംഗ് ഹേ ജോ ഹമേ പ്രേരിത് കർത്തേ ഹേ. അവിടെ വേന്ന് മാത്രം ചേർക്കില്ല. എന്ത് ചേർക്കും? ഏത് സർവനാമ ഉപയോഗിക്കണ്ടേ? ഉൻകെ. അവിടെ എഴുത് ഉൻകെ. ഉൻകെ ജീവൻ കെ കൈ പ്രസംഗ് ഹേ ജോ ഹമേ പ്രേരിത് കർത്തേ ഹേ. ഉൻകെ എന്താണ്? ശ്രീവിഷ്ണു ഹായ്. ഓക്കെ ഓക്കെ, സന്തോഷം. ഒരിക്കലെങ്കിലും നിന്നെ കണ്ടാ മതി. എല്ലാവരും ക്ലാസ്സിൽ കയറിയാൽ എനിക്ക് ഒന്ന് എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും കണ്ടാൽ എനിക്ക് സമാധാനമാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ടെൻഷൻ കയറും. അവരെ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ അവളെ കണ്ടില്ലല്ലോ. അധികം മുമ്പൊക്കെ ജുവാനിയാണായിരുന്നു മുങ്ങി മുങ്ങി കളിച്ചത്. ഇപ്പൊ സ്കൂൾ ലീഡർ ആയതുകൊണ്ട് അവളിപ്പോ പൊങ്ങി വന്നു. അപ്പൊ ഇവിടെ നോക്ക്, നെക്സ്റ്റ് അഫ്രാസിന് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല മോനെ. സെക്കൻഡ്, ശിക്ഷകനെ ഡേഷ് ഗലേ ലഗാ ലിയ. അധ്യാപകൻ അദ്ദേഹത്തെ ആശ്ലേഷിച്ചു. അപ്പൊ തുമേന്ന് വരില്ല, ഉനേം. അദ്ദേഹത്തെ ഉനേം. ഉനേം ഫസ്റ്റ്. ഉനേം എന്നുള്ളത് എടുത്തെഴുത്. ഉനേം. തുമേന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടോ. അതായത് നിങ്ങളെ, ഇവിടെ അദ്ദേഹത്തിന്. ഇത് നിങ്ങളെയിൽ അർത്ഥമുണ്ട്. തുമേന്ന് പറഞ്ഞാൽ നിങ്ങളെയിൽ അർത്ഥമുണ്ട്. നിങ്ങളെ. അധ്യാപകൻ നിങ്ങളെ ആശ്ലേഷിച്ചു എന്നല്ല വേണ്ടത്. നമുക്ക് എന്താണ്? അദ്ദേഹത്തെ ആശ്ലേഷിച്ചു അല്ലേ, ഗോപാലകൃഷ്ണ ഗോഖലല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ ഉനേം, അദ്ദേഹത്തെ. ഉനേം എന്നുള്ളത് എഴുതിയോ? നായന്റെ പകുതി ഹാ ചേർക്കണം. നമ്മൾ പറയുമ്പോ വായിക്കുമ്പോ ഉൻഹേ എന്നെല്ലാം വായിക്കും. ഉന്നേം എന്നാണ് വായിക്കേണ്ടത്. ഉൻഹേ എഴുതുമ്പോ എഴുതിയോടാ. ഓക്കെ, നെക്സ്റ്റ്. ബാത് ഉസ് സമയ കി ഹേ ജബ് ഡേഷ് തീസരി കക്ഷാ കെ ഛാത്ര ഥേ. ആ സമയത്തെ കാര്യം പറയാൻ പോകുന്ന അപ്പോൾ വേ. അവര് എത്രാം ക്ലാസ്സിലായിരുന്നു? 3-ാം ക്ലാസ്സില്. വേ. വേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നുള്ള അർത്ഥാണ് കേട്ടോ. ഇവിടെ അവർ, അവ, അദ്ദേഹം. വേ. ബാത് ഉസ് സമയ കി ഹേ ജബ് വേ തീസരി കക്ഷാ കെ ഛാത്ര ഥേ. വേ എന്ന് ചേർക്കുക. എഴുതി മിസ്സേ. അടുത്തത്, ഏക് ബച്ചേനെ കഹാ ഡേഷ് ഹീറേ കോ ബേച്ച്കർ വിദേശ് കി സൈർ കരൂംഗ. ഒരു കുട്ടി പറഞ്ഞു മേം. അവിടെ എന്താണ്? ഓക്കെ ഓക്കെ, ഗുഡ്. മേം ആണ്. ഞാൻ ഇത് വിറ്റിട്ട് എന്ത് ചെയ്യും? വിദേശത്തേക്ക് പോകും, യാത്ര ചെയ്യുന്നാണ് പറഞ്ഞത്. അപ്പൊ മേം, ഞാൻ. അപ്പൊ ആ ലെസൺ ഫസ്റ്റ് വൺ ടെക്സ്റ്റിലുണ്ട് തുമ്ന്ന്. അതിൽ സെക്കൻഡ് ഉൻകെ ജീവൻ കെ കൈ പ്രസംഗ് ഹേ. ഉൻകെ. ഷാനിഫിനെ ഇന്ന് ഞാൻ കണ്ടു ഇവിടുന്ന്. ഷാനിഫിന്റെ മുടി ഞാൻ മുറിക്കാൻ വിചാരിച്ചിട്ടുണ്ട്, പ്ലാൻ ഇട്ടിട്ടുണ്ട്. എട്ടടാ, നിന്റെ ഭംഗിയൊക്കെ ആ മുടിയാ കളയുന്നു. മുടി എനിക്ക് ദ്രോഹാവുന്നില്ലേ? പഠിക്കാനാവുന്നുണ്ട്? അത് കണ്ണിലേക്ക് വീണിട്ട് പഠിക്കാനാവുന്നുണ്ടടാ? പഠിക്കാനാവുന്നുണ്ട്. പഠിക്കില്ലല്ലോ അല്ലെ? നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പഠിക്കാൻ ഉണ്ട്, നോക്കാം നമുക്ക്. അതാ മുടി കണ്ട കുലുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാ? അവസാനം കഴുത്ത് ഉളുക്കും അല്ലടാ ശ്രീവിഷ്ണു? അവസാനം മുടി ഇങ്ങനെ കുലുക്കി കുലുക്കി ലെവലാക്കി എഴുതുമ്പോഴേക്കും കഴുത്ത് ഉളുക്കി പോവും. പിന്നെ പെടലി പിന്നീട് ഷാനിഫ് പറയുന്ന മിസ്സേ പെടലി വേദനയാണ്, അതുകൊണ്ട് ഇന്ന് ലീവാണെന്നൊക്കെ പറയും. ഇടക്കിടക്ക് മറ്റേ കോളേജിലെ പിള്ളേർ ചെയ്യുന്ന പോലെ പൈപ്പിന്റെ ചോട്ടുപോയിട്ട് ഇങ്ങനെ വെള്ളം നനക്കണം അല്ലേ? കാക്ക വിളിക്കുന്നത് പോലെ അല്ലേ? അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ലെസൺ കഴിഞ്ഞു. മൂന്നാമത്തെ ലെസൺ ജോയലിനെ കണ്ടുപിടിക്കും. നോക്കിയേ, മുടി മൊട്ടയൊക്കെ അടിച്ച് ഇങ്ങനെ വിശാലായിട്ട് എല്ലാവരും കാണിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ
3 ലെസൺ നമുക്ക് ഭംഗിയായി കഴിഞ്ഞു. അപ്പൊ ടെക്സ്റ്റും നോട്ടും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. മനസ്സിലായല്ലോ? ഇനി ആർക്കും സംശയം ഉണ്ടാവില്ലോ ആ കാര്യത്തില്? ഓക്കെ. എന്നാലും നമുക്ക് 4ാമത്തെ ലെസൺ ഒന്ന് തുടങ്ങി വെക്കാം കേട്ടാ. മാസം ലാസ്റ്റ് ആയില്ലേ, ഇനിയിപ്പം എക്സാം എല്ലാം കഴിയുമ്പോ കുറച്ചൊന്ന് തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാലേ. മഹാൻ വൈജ്ഞാനിക് ആൽഫ്രഡ് നോബൽ. മഹാൻ വൈജ്ഞാനിക് ആൽഫ്രഡ് നോബൽ. വായിക്കാൻ കിട്ടുന്നുണ്ടാ? ദ ഗ്രേറ്റ് സയന്റിസ്റ്റ് ആൽഫ്രഡ് നോബൽ. വായിക്കാൻ കിട്ടുവാ? ഹരിക്ക് കിട്ടി, കൊറേ കിട്ടുന്നില്ല, തപ്പേന്ന്. മഹാൻ വൈജ്ഞാനിക് ആൽഫ്രഡ് നോബൽ. आल्फ्रेड नोबेल। इस पाठ में प्रसिद्ध वैज्ञानिक आल्फ्रेड नोबेल का जीवन और नोबेल पुरस्कार के बारे में बताया गया है. ഈ പാഠഭാഗത്തിലൂടെ പ്രശസ്ത സയന്റിസ്റ്റ് ആൽഫ്രഡ് നോബലിനെ കുറിച്ച്, അവരുടെ ജീവിത രീതിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ നോബൽ പുരസ്കാരത്തെ കുറിച്ചുമാണ് പറയുന്നത്. आल्फ्रेड नोबेल के जीवन के प्रेरक प्रसंगों द्वारा सत्कार्यों के लिए प्रेरित करना. വെറുതെ ഒന്നല്ല ആൽഫ്രഡ് നോബലിന്റെ ജീവിത കഥ ഇവിടെ കൊടുത്തത്. എന്താ കാരണം? അദ്ദേഹത്തിന്റെ ജീവിത കഥ പഠിച്ചതിന്, അതിലെ ഓരോ പോയിന്റുകളും പഠിച്ചതിന് ശേഷം നിങ്ങള് നല്ല കാര്യങ്ങൾ, നല്ല പ്രവൃത്തികൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പാഠം തന്നിരിക്കുന്നത്. ഈ പാഠം പഠിച്ചതിന് ശേഷം നമ്മൾ എപ്പോഴും സൽക്കാര്യങ്ങള്, നല്ല കർമ്മങ്ങൾ, നല്ല പ്രവൃത്തികൾ മാത്രമേ ചെയ്യൂ. ഓക്കെ അല്ലേ? അങ്ങനെയല്ലേ? റെഡി അല്ലേ നിങ്ങള്? ഓക്കെ, എന്നാ നമുക്ക് പഠിക്കാല്ലേ പാഠം? യെസ്. विश्व में ऐसे अनेक महापुरुष हुए जिन्होंने अपनी योग्यता और प्रतिभा से अर्जित धन परोपकार में लगाकर मानवता की सेवा की. मिस അത് വായിക്കൊന്ന്. अल्फ्रेड बर्नार्ड नोबेल का नाम भी ऐसे ही महापुरुषों में लिया जाता है. अल्फ्रेड नोबेल एक वैज्ञानिक थे जिन्होंने विभिन्न आविष्कारों से अर्जित संपूर्ण धन मानव के कल्याण हेतु अर्पित कर दिया. अल्फ्रेड बर्नार्ड नोबेल का जन्म 21 अक्टूबर 1837 को स्वीडन के स्टॉकहोम में हुआ था. इनके पिता इमानुएल नोबेल एक आविष्कारक थे. वे स्वीडन में नाइट्रोग्लिसरीन का उत्पादन करते थे. സംഭവം തന്നെയല്ലേ? കടിച്ചാ പൊട്ടുന്ന വാക്കുകൾ ഒന്നുമില്ല അതില്. കുറച്ച് പണിയുണ്ട് പാഠം വായിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തുടങ്ങി വെക്കാന്ന് പറഞ്ഞത്. നന്നായിട്ട് വായിക്കണം ടെക്സ്റ്റ് കേട്ടോ. അതിൽ കുറെ വാക്കുകൾ കടിച്ച് മുട്ടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ब्लास्टिंग ऑयल नामक इस रसायन का उपयोग विस्फोटक के रूप में किया जाता था. अल्फ्रेड ने घर पर ही विज्ञान, साहित्य, रसायन, भौतिकी आदि विषयों का अध्ययन किया. 17 वर्ष की उम्र में रूसी, फ्रेंच, जर्मन, अंग्रेजी भाषाएं सीख ली थी. पिता उन्हें इंजीनियरिंग बनाना चाहते थे, इसलिए केमिकल इंजीनियरिंग करने के लिए उन्हें पेरिस भेजा गया. वहां नाइट्रोग्लिसरीन के आविष्कारक रसायन शास्त्री आस्कानियो सुबेरेरे से इनकी मुलाकात हुई. സംഭവം തന്നെയല്ലേ? അതില് അല്ലേ? എല്ലാരും സ്റ്റക്ക് ആയിട്ട് ഇരിക്കുന്നത് എന്നാണ് മിസ് പറയുന്നത്. ആ അതന്നെ. ഇതൊരു സയന്റിസ്റ്റിന്റെ പാടാണ്. അത്രയും അതെയോ? ജോയലിനെ മനസ്സിലാവുന്നേ? മനസ്സിലായി, പക്ഷെ ഇന്ന് കാര്യത്തിനെ പോയി മനസ്സിലായില്ല. അപ്പൊ മിസ് അത്യാവശ്യം ലീവ് എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഹെവനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാം അല്ലേ? അല്ല ജസ്റ്റസേ? അത്യാവശ്യം മിസ് അഥവാ പിന്നെ ഭയങ്കര ക്ലാസ് എടുക്കലാന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം എന്നാല്.
വിശ്വമേം ഐസേ അനേക മഹാപുരുഷ ഹുയേ. നമ്മുടെ ലോകത്ത് ഒരുപാട് മഹാപുരുഷന്മാരുണ്ട് അല്ലേ? മഹാനായ എത്രയോ ആൾക്കാരില്ലേ നമ്മുടെ ലോകത്ത്? ഒരാളേ ഉള്ളൂ? അല്ല. ജീവന് ഈ പ്രാവശ്യം ഒരു ശബ്ദം ചെയ്തിട്ടുണ്ട്. 8ാം ക്ലാസ്സിലെത്തി, ഒരക്ഷരം ഞാൻ മിണ്ടൂല. ഈ വർഷം കഴിയുന്നവരെയും ഞാൻ സംസാരിക്കത്തില്ല അല്ലെ? ഒരു പ്രതിജ്ഞയും കൊണ്ടാണ് ജീവ നടക്കും. സോറി 7ാം ക്ലാസ്. സോറി, അതായത് 6ാം ക്ലാസ്സിന് കുറച്ചെങ്കിലും മിണ്ടി, 7ാം ക്ലാസ്സിന് തീരെ മിണ്ടൂല. ഇല്ലെങ്കിൽ കൊറോണയോടുള്ള പ്രതികാരമായിരിക്കും. കൊറോണ മാറിയിട്ടേ മിണ്ടുള്ളൂ. 8ാം ക്ലാസ്സിലത് മോൻ ക്ലാസ്സിലേ ഉണ്ടാവൂല. നമുക്ക് നോക്കാലോ, അങ്ങനെ അവനെ മുങ്ങാൻ വിടുവാ. ओके जिन्होंने अपनी योग्यता और प्रतिभा से आर्जित धन परोपकार में लगाकर मानवता की सेवा की. ആ ഓരോ മഹാപുരുഷന്മാരും എന്താണ്? അവരുടെ പ്രതിഭ, കഴിവ് തെളിയിച്ച മഹാന്മാരായിരിക്കും അല്ലെ? അങ്ങനെയുള്ളവരെ നമ്മൾ മഹാന്മാർ എന്ന് പറയാ. മറ്റുള്ളവരെ ധനപരമായിട്ടോ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്തവരോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും മഹാന്മാരാവുക. പ്രതിഭ, കഴിവ് തെളിയിച്ചവരാണ് മഹാന്മാർ. आल्फ्रेड बर्नहार्ड नोबेल का नाम भी ऐसे ही महापुरुषों में लिया जाता है. അപ്പൊ നമുക്ക് പഠിക്കാനല്ലേ ആൽഫ്രഡ് ബെർണഹാർഡ് നോബൽ എന്നാണ് അയാളുടെ മുഴുവൻ പേര്. ആൽഫ്രഡ് ബെർണഹാർഡ് നോബലിന്റെ പേരും ഇങ്ങനെയുള്ള മഹാപുരുഷന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ആൽഫ്രഡ് നോബൽ ഏക വൈജ്ഞാനികത്തെ, ഒരു സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. जिन्होंने विभिन्न आविष्कारों से अर्जित संपूर्ण धन मानव के कल्याण हेतु अर्पित कर दिया. അദ്ദേഹം സമ്പാദിച്ച സ്വത്തുക്കൾ മുഴുവനും ധനം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. നമ്മളത് കൊടുക്കുക ഇല്ല അല്ലെ? നമ്മളത് നമുക്ക് കൊടുക്കാം. ആരാ സംശയിക്കാം? ജുവാനെയാണോ സംശയം? എന്താണ്? ഞാനൊന്നും കേട്ടില്ല. എന്ത് സംഭവിച്ചു? കെമിസ്ട്രി. അതിന്റെ ബാക്കി പറയുന്നുണ്ട് മോളെ. ഓക്കെ, അപ്പോ ഇനി അപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മളെ സ്വത്തുക്കള്, ധനങ്ങള് മറ്റുള്ളവർക്ക് വേണ്ടി എന്നാ എടുത്തോന്നോട്ട് കൊറേ ഒക്കെ കൊടുക്കുവോ? വഴിയെ പോകുന്ന ഒരു പാവങ്ങൾക്കെല്ലാം വാരിക്കൊരു കൊടുക്കുവോ? ഇല്ല, ഹെവൻ കൊടുക്കൂല. അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ആവശ്യത്തിൽ കൂടുതൽ കിട്ടാത്തോണ്ട് കൊടുക്കുന്നില്ല ഇപ്പൊ ഹെവൻ അല്ലേ? അപ്പൊ മഹാപുരുഷന്മാരാവണെങ്കിൽ, അതായത് വീട്ടിലെ എല്ലാം വായിച്ച് ഇനി അടുത്ത വഴിയെ പോകുന്നവർക്ക് പറക്കി കൊടുത്തിട്ട് ഇനി മഹാനാവട്ടെ എന്നിട്ട് നടക്കല്ലേ. മിസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മഹാന്മാരാവലെന്ന് പറഞ്ഞാല് നിങ്ങൾ നല്ല പഠിച്ച് നല്ല മിടുക്കന്മാരായി നിങ്ങളുടെ കഴിവ് ലോകത്തിന് തെളിയിച്ചു കൊടുക്കണം കേട്ടാ. അങ്ങനെയാണ് മഹാന്മാരാവുക. അപ്പൊ അതിന്റെ കൂടെ നിങ്ങളെ സേവനങ്ങൾ പലതും ചെയ്യാം. അങ്ങനെയാണ് മഹാന്മാരാവല് കേട്ടോ. ആൽഫ്രഡ് ബെർണഹാർഡ് നോബൽ കാ ജന്മ. ഇനി അദ്ദേഹം ജനിച്ചത് 21 ഒക്ടോബർ 21 1833 को സ്വീഡൻ के സ്റ്റോക്ക്ഹോം में हुआ था. സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലെ 1833 ഒക്ടോബർ 21 അദ്ദേഹം ജനിച്ചത്. കണ്ടോ പാരഗ്രാഫില്? സെക്കൻഡ് പാരഗ്രാഫ്. ഇൻകെ പിതാ ഇമാനുവൽ നോബൽ ഏക ആവിഷ്കാരക്. ഇദ്ദേഹത്തിന്റെ അച്ഛനും അങ്ങനെയാണ്. എന്താണ്? ഒരു സയന്റിസ്റ്റിന്റെ ഇതാണ്. ആര്? ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ഇമാനുവൽ. വേ സ്വീഡൻ മേ നൈട്രോഗ്ലിസറിൻ കാ ഉത്പാദനം കർത്തേ. അദ്ദേഹം സ്വീഡനിലെ നൈട്രോഗ്ലിസറിന്റെ ഉൽപാദനം കണ്ടുപിടിച്ചത് അദ്ദേഹമായിരുന്നു. ब्लास्टिंग ऑयल नाम के इस रसायन का उपयोग विस्फोटक के रूप में किया जाता था. നമ്മളെ വിസ്ഫോടന, അതായത് ഇതിനു വേണ്ടിയിട്ട് ഈ ബ്ലാസ്റ്റിംഗ് ഓയിൽ ഉപയോഗിക്കാറുണ്ടെന്നാ പറഞ്ഞത്. അദ്ദേഹം കണ്ടുപിടിച്ച അതായത് ഓയില്, ബ്ലാസ്റ്റിംഗ് ഓയില്. आल्फ्रेड ने घर पर ही विज्ञान, साहित्य, रसायन, भौतिकी आदि विषयों का अध्ययन किया. അദ്ദേഹം സോഷ്യല്, സാഹിത്യം, അതുപോലെ കെമിസ്ട്രി ഇങ്ങനെയുള്ള പലവിധ വിഷയങ്ങളും പഠിച്ചു. എന്നിട്ടോ 17 വർഷക്ക് ഉമ്രമേ 17ാമത്തെ വയസ്സിൽ അദ്ദേഹം रूसी, फ्रेंच, जर्मन, अंग्रेजी ഭാഷയും സീഖ്. റഷ്യൻ ഭാഷ, ഫ്രഞ്ച്, ജർമ്മൻ, അതുപോലെ അംഗ്രേസി, ഇംഗ്ലീഷ് എല്ലാ ഭാഷകളും അദ്ദേഹം 17ാം വയസ്സിലാകുമ്പോഴേക്കും പഠിച്ചെടുത്തു.
പിതാ ഉനെ എഞ്ചിനീയർ ബനാന ചാഹത്തെ थे. ഈ മകൻ എന്താവാനാണ് ആഗ്രഹം? എഞ്ചിനീയർ അല്ലെ? നമ്മൾ അച്ഛനും അമ്മമാർക്കും ഇല്ലേ നിങ്ങളെ കുറിച്ച് ഓരോരോ ആഗ്രഹങ്ങള് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എല്ലാ അച്ഛനമ്മമാർക്കും എല്ലാ പേരൻസിനും ഉണ്ട്. മക്കളെ കുറിച്ച് ഒരു സ്വപ്നം അവര് കാണുന്നുണ്ടാവും. എന്താ സ്വപ്നം കാണാൻ? അവര് വലിയ വലിയ സ്വപ്നങ്ങൾ കാണും അല്ലെ? എന്റെ മകള് അല്ലെങ്കിൽ എന്റെ മകൻ പഠിച്ചൊരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഒരു അധ്യാപകനാകണം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആവണം. അങ്ങനെ ഓരോ പേരൻസിനും ഒരു സ്വപ്നം ഉണ്ടാവും, തന്റെ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി അവരിങ്ങനെ ചെയ്യണം എന്നുള്ളത് അല്ലെ? ജീവ സയന്റിസ്റ്റ് ആവും തോന്നുന്നുണ്ട്. ഓൻ ഭയങ്കര പഠന നാടാ. അപ്പോ ഇവിടെ ഈ ആൽഫ്രഡ് നോബലിനെ അച്ഛന് ഇമ്മാനുവൽ എന്തായിരുന്നു ആഗ്രഹം? ഒരു എഞ്ചിനീയർ ആക്കണമായിരുന്നു എന്നാണ് ആഗ്രഹം. ഇസലിയെ കെമിക്കൽ എഞ്ചിനീയറിംഗ് കർണേക്കയിലെ ഊനേം പാരീസ് ബേജകയ. അതിന് വേണ്ടിട്ട് അദ്ദേഹത്തെ അതായത് മകനെ എങ്ങോട്ട് പറഞ്ഞയച്ചു? പാരീസിലേക്ക്. വഹാം നൈട്രോഗ്ലിസറിൻ കെ ആവിഷ്കാരക രസായന ശാസ്ത്രി ആസ്കാനിയോ സുബേരാരോ സെ ഇൻകി മുലാഖാത്ത് ഹുയി. അവിടെ നിന്ന് നൈട്രോഗ്ലിസറിൻ കണ്ടുപിടിച്ച അദ്ദേഹത്തിന്റെ പേരാണ് അസ്കാനിയോ സുബരേരോ. എത്ര നല്ല പേരുണ്ടല്ലേ ഷാനിഫെ? ഷാനിഫ് എന്നോ ജസ്റ്റസ് എന്നോ അഫ്രാസ് എന്നോ എത്ര നല്ല പേരുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ? അസ്കാനിയോ സുബരേരോ. ഹലീമ വായിക്കാൻ കിട്ടുന്നുണ്ടാ? അസ്കാനിയോ സുബരേരോ. അദ്ദേഹത്തെ ഇയാളെ കൂടിക്കാഴ്ച നടത്തിയെന്നല്ല, അദ്ദേഹത്തെ കണ്ടുമുട്ടി. അതായത് അവിടെ പാരീസിൽ പോയിട്ട് ഇദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നല്ലേ, അഭിമുഖം നടത്തി. ആര്? ആൽഫ്രഡ് നോബൽ. ആരുമായിട്ട്? നൈട്രോഗ്ലിസറിൻ കണ്ടുപിടിച്ച അസ്കാനിയോ സുബരേരോ ആയിട്ട്. ഓക്കെ, അത്രയും വല്ലതും മനസ്സിലായ? അച്ഛന് എഞ്ചിനീയർ ആകാൻ ഇഷ്ടം. എഞ്ചിനീയർ ആകാൻ വേണ്ടി പാരീസിനെ കൂട്ടും. പാരീസിലാണ് ഇയാളെ കണ്ടത്. അപ്പൊ അയാളെ കണ്ടുപിടിക്കുന്ന ആള് ഇയാളായിരുന്നു. മനസ്സിലായി. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ 16ാമത്തെ പേജ് നമ്മൾ ഇന്ന് എടുത്തു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലെ? ക്ലാസ് ഇപ്പൊ കട്ടായി പോവും. അപ്പൊ നമുക്കൊന്ന് ജുവാൻ എന്താ മോളെ? അല്ലെ മിസ് ഇപ്പം എന്താ പഠിച്ച മനസ്സിലായില്ലായിരുന്നോ? അതിനൊരിത്തിരി പറയട്ടെ. ഇപ്പൊ ഹരി എന്തോ പറഞ്ഞില്ലേ, അതാ മനസ്സിലായത്. ഹരി എന്തോ പറഞ്ഞതാണ് മനസ്സിലായത്. മിസ് പറഞ്ഞതല്ല മനസ്സിലായത്. ഹരി എന്തോ പറഞ്ഞു, അത് മനസ്സിലായി. അല്ല മിസ്സേ, മിസ് പറഞ്ഞ ഹരി മറ്റേ ലാംഗ്വേജിലേക്ക് പറഞ്ഞപ്പോ അത് പിടിക്കുന്നു. അത് തന്നെ. അപ്പോ ഇപ്പൊ ക്ലാസ് കട്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ 16ാമത്തെ പേജ് നിങ്ങൾ ഒരു 4-5 പ്രാവശ്യം വായിക്കണേ. അടുത്ത ആഴ്ച എക്സാം ആണ്. 3 പാഠം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. എല്ലാവരും എഴുതി പഠിക്കണേ. ആൻസർ എല്ലാം വേർഡ് മീനിങ് എല്ലാം എഴുതി പഠിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് അരമാർക്ക് പോകും. അപ്പൊ അരമാർക്ക് എനിക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ട് കാര്യം നിൽക്കണ്ട. ആർക്കാ ഫുള്ളില്? ഗൂഗിൾ ഫോം അല്ലേ? എന്താണ്? ഗൂഗിൾ ഫോം ആണ്. ഓക്കെ, ഞാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയാൻ കാരണം എഴുതി പഠിക്കാനേ വേണം. നിങ്ങൾ ഗൂഗിൾ ഫോമിലാന്ന് നിങ്ങൾ എഴുതി പഠിക്കണം. എഴുതി പഠിച്ചാലേ നിങ്ങൾ